നമസ്കാരം. ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഒടുക്കം ശതകോടീശ്വരൻ ബോബി കാക്കനാട് ജയിലിൽ നിന്ന് കൊതുകടി കൊണ്ട് കിടക്കാൻ പോവുകയാണ്. അത്ര ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ശതകോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നം പോലെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂരിനുള്ളത്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ രാത്രി കഴിഞ്ഞു, ഇന്നതാ ജയിലിലും കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശതകോടീശ്വരനാണ്, പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല, നാക്ക് നന്നാവണം എന്ന് പറയും. എന്തായാലും ഒരുപാട് തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹാജരാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ നോക്കിക്കഴിഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത, മറ്റൊരാളെ സ്ലഡ് ഷെയിം ചെയ്യാത്ത, സ്ത്രീകളുടെ ശരീരത്തെ ദുഷിച്ച് സംസാരിക്കാത്ത ഒരൊറ്റ കോണ്ടന്റ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു കുട്ടിയോട് സംസാരിക്കുന്ന അടക്കമുള്ള വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി. എന്തൊരു വൃത്തികേടാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഇയാളൊക്കെ ഇത്രയും നാൾ ഈ പബ്ലിക് ഡൊമൈനിൽ ഒരു ഫാൻ ബേസ് ഉള്ള രീതിയിലേക്ക്, VIP സ്റ്റാറ്റസിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർഡമിലേക്ക് വളർന്നെത്തിയല്ലോ എന്നത് ആണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂർ ബോച്ചയാവുന്നത് ഫാൻസിന്റെ പിന്തുണയുള്ളത്. ഇന്നും ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ നിന്നും കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ബോച്ചയുടെ ഗുണ്ടാ സംഘം അഥവാ ഫാൻസ് പോലീസ് വാഹനത്തിന് മുൻപിൽ നിന്ന് ഉപരോധം സൃഷ്ടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. എന്തായാലും ബോച്ചയ്ക്ക് വലിയ പിന്തുണയുണ്ട്. പക്ഷേ കേസ് കൊടുത്തതുകൊണ്ട് ഹണിറോസിൻ്റെ അക്കൗണ്ടിൽ വരുന്ന കമൻറ്റുകളൊക്കെ തന്നെ വളരെ വൃത്തിയുള്ള കമൻറ്റുകളായി മാറിയിരിക്കുന്നു. അങ്ങനെ കയ്യിൽ ഒരുപാട് കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല, വായിലെ നാക്കും നന്നാവണം, ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പഠിക്കേണ്ടതുണ്ട്. അല്ലാത്ത ഒരാൾക്കും ആരും ഈ നാട്ടിലെ നിയമത്തിനും ഭരണഘടനയ്ക്കും ഒന്നും മുകളിലല്ല. ഒരു സ്ത്രീക്കെതിരെയാണ് നിങ്ങൾ കടന്നാക്രമിക്കാൻ നിൽക്കുന്നത്, ആ സ്ത്രീയെയാണ് നിങ്ങൾ ലൈംഗിക ചുവയോടുകൂടി നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഈ നാട്ടിലെ നിയമം ഈ രീതിയിലായിരിക്കും നേരിടുക എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും കുറ്റകൃത്യം പ്രഥമ ദൃഷ്ടിയ വ്യക്തമായതിനെ തുടർന്നാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന പ്രഥമ ദൃഷ്ടിയ തന്നെ വ്യക്തമാക്കുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായത്. ലൈംഗിക അതിക്രമം പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതി വ്യാപാര പ്രമുഖനാണെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള വാദം അംഗീകരിച്ചാണ് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തത്. സമാനമായ കുറ്റം ആവർത്തിക്കാൻ സാധ്യത കൂടുതലാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമ്മതമില്ലാതെ കടന്നു പിടിക്കുകയും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയെന്നതും പ്രഥമ ദൃഷ്ടിയ ബോധ്യമാകുന്നു. ഒന്നിലധികം തവണ കൈപിടിച്ച് കറക്കിയിട്ടുണ്ട് ഹണിറോസിനെ. ദുരുദ്ദേശം വ്യക്തമാവുന്ന രീതിയിൽ പ്രതി സംസാരിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുക്കാൻ വൈകിയെന്ന വാദവും നിലനിന്നില്ല. ഈ ഡിഫൻസ് വലിയ രീതിയിൽ ആരോപിച്ച സാധനമായിരുന്നു. കുറേ നാളായി ഈ ഇഷ്യൂ നടന്നിട്ട്, അപ്പോൾ ഒരുപാട് വൈകിയിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ വൈകിയെന്ന വാദം നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ള കാരണം എന്തെന്ന് പരാതിക്കാരി വ്യക്തവുമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുന്നില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ബോച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന വാദവും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം അംഗീകരിക്കരുതെന്ന വാദവും കോടതി സമ്പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു. ഈ വാദപ്രതിവാദ സമയത്ത് ഉടനീളം തനിക്ക് ജാമ്യം കിട്ടുമെന്ന അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്. താൻ തെറ്റ് ചെയ്തില്ലെന്ന വാദമാണ് കോടതിയിലും ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചത്. അതോടെ പ്രതിക്ക് കുറ്റബോധമില്ലെന്ന വാദം പ്രോസിക്യൂഷനും ഉയർത്തി. ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശമെന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി ഉയർത്തിയത്. ഇതും കേസിൽ നിർണായകമായിട്ടുണ്ട്. അമിതമായ ആത്മവിശ്വാസമാണ് ഫലത്തിൽ ബോച്ചയ്ക്ക് തിരിച്ചടിയായത്. BNS നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി. ബോബിക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളൊന്നുമായിരുന്നില്ല ചുമത്തിയത്. എന്നിട്ട് പോലും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തനിക്ക് മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്നുള്ള ബോബിയുടെ അഹങ്കാരമാണ് സത്യത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാക്കിയത്. ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും പ്രതീക്ഷിച്ച വിധി ഇതായിരുന്നില്ലെന്ന തെളിവായിരുന്നു. എന്തായാലും ജാമ്യമില്ല ഉത്തരവ് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു. ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെയാണ് കുഴഞ്ഞു വീഴുന്നത്. ഈ സത്യത്തിൽ ചില ആളുകളുണ്ട് അവസാന തടവുന്ന രീതിയിൽ തലകറക്കവും നെഞ്ചുവേദനയൊക്കെ അഭിനയിക്കും. ചില കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കാൻ ചെവിവേദനയാണ്, തലവേദനയാണ്, പനിക്കുന്നുണ്ടമ്മ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസാന തടവ് പോലെ പ്രയോഗിച്ചതാണ്. പക്ഷേ കിടത്തി ചികിത്സ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതോടുകൂടി ബോച്ചെ അങ്ങനെ ജയിലിലായിരിക്കുകയാണ്. ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂർ നെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുന്ന അഭിനയങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. മഹാഭാരതത്തിലെ കുന്തിദേവിയോട് ഉപമിച്ചത് എന്ന പ്രതിഭാഗത്തിന്റെ പരിഹാസ്യമായ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. മഹാഭാരതത്തിൽ കുന്തിദേവി അഭിനയിച്ച നടിയുടെ സാമ്യം ഹണിറോസിനുണ്ടെന്നായിരുന്നു
താൻ ഉദ്ദേശിച്ചെന്നാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി അത്തരത്തിലായിരുന്നുവെന്നും കോടതിയിൽ പ്രതിഭാഗത്തിൻ്റെ വാദം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള, ഫോളോവേഴ്സ് ഉള്ള, വലിയ വലിയ കണ്ടന്റുകൾ ഇടുന്ന ശതകോടീശ്വരനായ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പോലീസ് സ്റ്റേഷനിലും ഇന്നിനി ജയിലിലുമൊക്കെ കിടന്ന സസുഖം സർക്കാരിൻ്റെ ചെലവിൽ താമസിക്കാം. ബോബി ചെമ്മണ്ണൂരിൻ്റെ സുഖജീവിതമൊക്കെ ഇനി 10-14 ദിവസത്തേക്ക് ഒഴിവായിരിക്കുകയാണ്. കാരണം ജയിലിൽ അത്ര വലിയ സുഖമൊന്നുമുള്ള കിടപ്പായിരിക്കില്ല. ഏതായാലും നാളെ മേൽക്കോടതിയെ സമീപിക്കും ജാമ്യ ഹർജിക്കായിട്ട്. പക്ഷേ ശനിയും ഞായറുമൊക്കെ അവധിയായതിനാൽ ജാമ്യം കിട്ടുന്നത് നീളും. ഏറ്റവും കുറഞ്ഞത് കുറച്ച് ദിവസങ്ങളെങ്കിലും ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വായിൽ കിടക്കുന്ന നാക്കിന് ചില പരിമിതികളും പരിധികളും ഒക്കെ നിശ്ചയിച്ചില്ലെങ്കിൽ ഏത് കോടീശ്വരനാണെങ്കിലും അകത്തു പോകും. അത് സ്ത്രീകൾക്ക് നേരെ എന്തും വിളിച്ചു പറയാം, അത് നിങ്ങൾ കാണിച്ചിട്ടല്ലേ ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറച്ചിലുകളെയൊക്കെ ന്യായീകരിക്കുന്ന ഭാഷാ പണ്ഡിതന്മാരുമൊക്കെ കരുതിയിരിക്കണം. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു സ്വാധീന ശക്തിയുള്ള ഒരാൾ അറസ്റ്റിലായെങ്കിൽ ഈ ലോക്കൽ ഞരമ്പന്മാരൊക്കെ ഉടനെ അറസ്റ്റിലായിക്കൊള്ളും. എന്തായാലും ഹണി റോസിന് എല്ലാവിധ പിന്തുണയും.